നമസ്കാരം. ഛത്രപതി ശിവജി അദ്ദേഹത്തിന് പീരങ്കികളില്ലായിരുന്നു, മെഷീൻ ഗണ്ണുകളില്ലായിരുന്നു. എന്നിട്ടും മലവെള്ളം പോലെ ഇളകിയാർത്തു വന്ന മുഗൾ സൈന്യത്തെ നേരിട്ടത് അദ്ദേഹത്തിന്റെ ആത്മധൈര്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. മഹാരാഷ്ട്രയിൽ ഛത്രപതി ശിവജി മഹാരാജ് ജയന്തി വെറും ഒരു അവധി ദിവസം മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ യോദ്ധാക്കളിൽ ഒരാളോടുള്ള മഹത്തായ ആദരവ് കൂടിയാണിത്. അദ്ദേഹത്തിന്റെ ധൈര്യം, നീതി, സ്വയം ഭരണം എന്നിവയുടെ പാരമ്പര്യത്താൽ തലമുറകൾ പ്രചോദനം ഉൾക്കൊള്ളുകയാണ്. ഒരിക്കൽ ഭാരതം മുഴുവൻ കീഴടക്കിയ ഇസ്ലാമിക വൈദേശിക ശക്തികളെ പോലും തന്റെ വാൾമുനയാൽ വരുതിക്ക് നിർത്തിയ ഹൈന്ദവ ധർമ്മോദ്ധാരകൻ ഛത്രപതി ശിവജി മഹാരാജിന്റെ ജീവിതം തന്നെയാണ് സ്വാഭാവിമാനികളായ എല്ലാ ഹൈന്ദവർക്കുമുള്ള പ്രചോദനവും പാഠപുസ്തകവും. നിർഭയനായിരിക്കുക എന്ന ഗുണം ഒരാൾ വളർത്തിയെടുക്കണം. എന്നാൽ അതേസമയം വിനയാന്വിതനായിരിക്കുക എന്ന ഗുണം വളർത്തിയെടുക്കണം. കാരണം ധൈര്യവും വിനയവും കൊണ്ട് ഒരാൾക്ക് സത്യസന്ധതയോടെ നയിക്കാനും തന്നിലും മറ്റുള്ളവരിലും മഹത്വം പ്രചോദിപ്പിക്കാനും കഴിയുമെന്ന് നമ്മെ പഠിപ്പിച്ച ഛത്രപതി ശിവജി മഹാരാജ്. വിദേശാധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളും സദ്ഭരണത്തിന് അദ്ദേഹം നൽകിയ ഊന്നലും ദേശീയ നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു. ഇന്ത്യയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പൈതൃകത്തിന് അഭിമാനത്തിന്റെ ഒരു വലിയ ഉറവിടം മറാത്തി, സംസ്കൃത ഭാഷകളുടെ ശക്തമായ പിന്തുണക്കാരനായിരുന്ന ശിവജി മഹാരാജിന്റെ ഭരണമാണ്. ശിവജി ജയന്തി എന്നത് ഒരു ചരിത്ര നായകന് ആദരവർപ്പിക്കുന്നതിനപ്പുറം മറ്റൊന്നാണ്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ധൈര്യം, ദർശനം, നേതൃത്വം എന്നിവയാൽ പ്രചോദിതരാണ്. ശിവാജി മഹാരാജ് ജയന്തി പ്രാധാന്യം അർഹിക്കുന്നത് അസാധാരണമായ ധൈര്യവും ബുദ്ധിശക്തിയും ജനങ്ങളോടുള്ള സമർപ്പണവും പ്രകടിപ്പിച്ച ഒരു നേതാവിന്റെ ജീവിതത്തെയും പൈതൃകത്തെയും അനുസ്മരിപ്പിക്കുന്ന ദിവസമായിട്ടാണ്. റായ്ഗഡ് കോട്ടയിൽ ശിവാജി മഹാരാജിന്റെ ശവകുടീരം വീണ്ടും കണ്ടെത്തിയതിനു ശേഷം 1870 സാമൂഹിക പരിഷ്കർത്താവായ മഹാത്മാ ജ്യോതിറാവു ഫുലെയാണ് ഇത് ആദ്യമായി അവതരിപ്പിച്ചത്. പിന്നീട് സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലക് ഈ പരിപാടിയിൽ ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇത് മറാത്ത അഭിമാനത്തിന്റെ മഹത്തായ ആഘോഷമാക്കി മാറ്റി. ജനറൽ അഫ്സൽ ഖാന്റെ 20,000 പേരടങ്ങുന്ന സൈന്യത്തെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് ശിവജി മഹാരാജ് ആദ്യമായി പ്രാധാന്യം നേടിയത്. പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന് കീഴിൽ ഡെക്കാൻ സുൽത്താനേറ്റുകളെ ഭരിച്ചിരുന്ന ഔറംഗസീബിന്റെ ശ്രദ്ധ ആകർഷിച്ചു. മുഗളരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല സംഘർഷങ്ങൾ 1674 റായ്ഗഡ് കോട്ടയിൽ ഛത്രപതിയായി ഔപചാരികമായി കിരീടധാരണം ചെയ്തതോടെ കലാശിച്ചു. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്ന അദ്ദേഹം ചൗത്ത്, സർദേശ് മുഖി നികുതി സമ്പ്രദായങ്ങൾ പോലുള്ള പുരോഗമന പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ചൂഷണാത്മകമായ ജാഗിർദാരി സമ്പ്രദായത്തിന് പകരം കൂടുതൽ കർഷക സൗഹൃദപരമായ റയോത്വാരി സമ്പ്രദായം കൊണ്ടുവന്നു. ശ്രദ്ധേയമായി ഒരു യോദ്ധാവ്, രാജാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ യാത്ര വെറും 16-ാം വയസ്സിൽ ആരംഭിച്ചിരുന്നു. ഛത്രപതി ശിവജി മഹാരാജ് ജയന്തി ഒരു ഇതിഹാസ ഭരണാധികാരിക്കുള്ള ആദരാഞ്ജലി എന്നതിലുപരി അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും മികച്ച ഭാവിക്കായി പരിശ്രമിക്കാനുമുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. ഗംഭീരമായ ആഘോഷങ്ങൾക്കപ്പുറം അദ്ദേഹം നിലകൊണ്ട മൂല്യങ്ങളായ ധീരത, നീതി, സ്വാശ്രയത്വം എന്നിവയുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഈ അവസരം വർത്തിക്കുന്നു.